നടിയെ ആക്രമിച്ച കേസിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ 6 പ്രതികളുടെ ശിക്ഷാവിധി ഇന്നാണ്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് പ്രതികളുടെ ശിക്ഷ പറയുക. പ്രതികൾക്ക് പരമാവധി ശിക്ഷയായ ജീവപര്യന്തം തടവ് നൽകണമെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെടുന്നു. ബിനിൽ ചേർന്നു വിശദാംശങ്ങളുമായി. ബിനിൽ, ഗുഡ് മോർണിംഗ്. എപ്പോഴായിരിക്കും കോടതി വിധി പറയുക? മണിക്കൂറുകളിലേക്കായി നമ്മൾ കാത്തിരിക്കുകയാണ്. പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കാനാണ് പ്രോസിക്യൂഷന്റെ ശ്രമം, അല്ലേ? തീർച്ചയായും മോത്തി, രാവിലെ 11 മണിക്ക് തന്നെ കോടതി നടപടികൾ ആരംഭിക്കും. ആദ്യ കേസായി തന്നെ ഇത് വിളിക്കുമെന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ കോടതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരിക്കുന്ന 6 പ്രതികൾ, പൾസർ സുനി, മാർട്ടിൻ ആന്റണി, ബി മണികണ്ഠൻ, വിജീഷ്, വടിവാൾ സലിം, പ്രദീപ്, ഈ 6 പ്രതികളുടെ ശിക്ഷയുടെ കാര്യത്തിലാണ് കോടതിയുടെ തീരുമാനം വരേണ്ടിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ 6 പ്രതികൾക്കുമെതിരെ IPC 376D, അതായത് ബലാത്സംഗ കുറ്റം തന്നെ തെളിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞ ശിക്ഷ എന്നത് 20 വർഷമാണ്. 20 വർഷമോ അതിലധികമോ എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പരമാവധി ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് പ്രതികൾക്ക് മേൽ തെളിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം അവർ പരമാവധി ശിക്ഷയ്ക്ക് വേണ്ടിയുള്ള വാദമായിരിക്കും നടത്തുക. അതായത് പ്രതികൾക്ക് ജീവപര്യന്തം കഠിന തടവ് നൽകുക എന്ന നിലയിലായിരിക്കും പ്രോസിക്യൂഷൻ മുന്നോട്ട് പോകുക. അതിനുവേണ്ടിയുള്ള വാദമായിരിക്കും അവരുടെ ഭാഗത്ത് നിന്ന് ആദ്യം നടക്കുക. ഇതിൽ ഓരോ പ്രതിക്കും പറയാനുള്ളതും പ്രതിഭാഗം അഭിഭാഷകർക്ക് പറയാനുള്ളതും കോടതി വിശദമായി തന്നെ കേൾക്കും. അതിനുശേഷമായിരിക്കും കോടതി ശിക്ഷാ പ്രഖ്യാപനത്തിലേക്ക് പോവുക. ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ആ ശിക്ഷാ പ്രഖ്യാപനം ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നത് ഈ കേസിലെ പ്രതികൾക്ക് എന്ത് ശിക്ഷ കിട്ടും എന്നത് തന്നെയാണ്. പരമാവധി ജീവപര്യന്തം ശിക്ഷയിലേക്ക് പോവുകയാണെങ്കിൽ അത് പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറുകയും ചെയ്യും. ഇതിൽ ഒന്നാം പ്രതി പൾസർ സുനിക്കെതിരെ ഈ IPC 376D പുറമെ ഗൂഢാലോചന, അന്യായമായി തടഞ്ഞുവയ്ക്കൽ, അതോടൊപ്പം തന്നെ സ്ത്രീയുടെ നഗ്ന ചിത്രങ്ങൾ പകർത്തൽ തുടങ്ങി നിരവധി ഏതാണ്ട് 8ഓളം കുറ്റങ്ങളാണ് പ്രോസിക്യൂഷന് കോടതി മുമ്പാകെ തെളിയിക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കേസുകളിലെ കൃത്യമായ വിധി പ്രസ്താവമായിരിക്കും കോടതിയുടെ മുന്നിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതിൽ ഈ IPC 376D ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ് 20 വർഷം എന്ന് പറയുന്നത്. പ്രതികൾക്ക് വാങ്ങിക്കൊടുക്കുക എന്നത് തന്നെയാണ് പ്രോസിക്യൂഷന്റെ ശ്രമം. അതിനുവേണ്ടി ആണ് എല്ലാ വാദമുഖങ്ങളും ഉന്നയിച്ച് പ്രതികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാനുള്ള ശ്രമമാണ് പ്രോസിക്യൂഷൻ നടത്തുന്നത്. പരമാവധി ശിക്ഷ 20 വർഷം ശിക്ഷ, അതിൽ കുറയാതെ ഒന്നും അവർ അർഹിക്കുന്നില്ല എന്നതാണ് കോടതിയിൽ ബോധിപ്പിക്കാൻ പ്രോസിക്യൂഷൻ ശ്രമിക്കുന്നത്.